ഉണ്ടാവും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്റെ പ്രൈവറ്റ് ലൈഫിൽ ഒതുങ്ങി പോകുന്ന ഒരു കാര്യം ഞാൻ എന്തിന് എന്റെ പബ്ലിക് ലൈഫിലേക്ക് കൊണ്ടുവന്നിടുന്നു. അതായത് ആക്ച്വലി ബാക്കിയുള്ള ആളുകൾ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കുറെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ കുടുംബകാര്യം വിറ്റ് കാശാക്കുന്നത് അതങ്ങ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും പോലെ എനിക്ക് പൊതുവെ താല്പര്യമില്ല. പക്ഷേ ഞാനൊരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടും ഞാനത് ആക്ച്വലി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും നാളും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്ന ചാനൽ അല്ല. ഇവിടെ എന്റർടൈൻമെന്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്തിനൊന്നും വെച്ചില്ലേ, മറ്റേ ദശമൂലം ദാമോ ചോദിച്ച മാതിരി അങ്ങനെ പറയരുത്. നിങ്ങളെ പ്രൈവറ്റ് ലൈഫ് ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് വെക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടണം. അപ്പോഴല്ലേ നമുക്കൊക്കെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാവുള്ളൂ. നമസ്കാരം. അതായത് പ്രണവ് പ്രവീൺ വിഷയത്തിന് ശേഷം എനിക്കൊന്നൊരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ്, പ്രചോദനം. പ്രവീൺ ആൻഡ് പ്രണവ് വിഷയത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പല ആൾക്കാരും പലരുടെയും പേഴ്സണൽ ഇഷ്യൂസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് തുപ്പൽ പൊട്ടാസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ചാനൽ എന്നറിയില്ല. തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ്. കാര്യമായിട്ട് അവർ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസാണ്. ലോങ് ഫോം കോണ്ടൻറ്റ് അധികം ചെയ്യുന്നില്ല. ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ സൈഡിലായിട്ട് റീൽ ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഒരു ചേട്ടനും ചേച്ചിയും എന്നുള്ള കണ്ടീഷനിൽ, അത് ഒരു ചേച്ചിയും ചേട്ടനും ചേച്ചിയല്ല സോറി ഒരു ചേച്ചിയും അനിയനും രണ്ടുപേരും കൂടി ചെയ്യുന്ന റീൽസ്. അതെന്താ സംഭവിച്ചാൽ ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസാണ് അവർ ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ഗെറ്റ് റെഡി ആവുന്ന രീതിയിലുള്ള പല റീൽസ് നിങ്ങൾക്ക് അവർ പ്രൊഫൈൽ നോക്കിയാൽ തുപ്പൽ പൊട്ടാസിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ തുപ്പലും പൊട്ടാസും വേർപിരിയലുകളുടെ സീസണാണല്ലോ. ഇനിയും മറ്റേ ശ്രീനിവാസൻ മറ്റേ സിനിമ പറഞ്ഞൊരു മുഖംമൂടികളുടെ സീസൺ പറഞ്ഞാൽ 2024 അവസാനിക്കുന്നതോടുകൂടി വേർപിരിയലുകളുടെ സീസണാണ്. ഇപ്പോൾ സംഭവത്തിൽ പ്രശ്നം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ മളവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ചാനലുണ്ടോ മളവിൽ കേരളം, അതിൻ്റെ ക്ലിപ്പ് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ വയ്യ. ഈ മളവിൽ കേരളത്തിൻ്റെ ഇതിൽ അതിലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഈ ചക്കൻ പോയിട്ട്. അതായത് ഇവൻ്റെ ഈ ചേച്ചി എന്ന് പറയുന്ന ഇവരുടെ വീഡിയോസ് കണ്ടവർക്ക് ഞാൻ എന്താ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്തറിയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തുപ്പൽ പൊട്ടാസ് എന്നുള്ള ചാനലിൽ പോയി നോക്കുക. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് തരുന്നതാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിൽ അവരിപ്പോൾ പറഞ്ഞ പോലെ രണ്ടുപേരും കൂടി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ചേച്ചി എന്ന് പറയുന്ന കഥാപാത്രം അതിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുറച്ച് പേര് ഈ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും എന്ന് ഇവൻ പറയുന്നു. ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ അത്ര അധികം ആൾക്കാരൊന്നും ചോദിച്ച് കണ്ടില്ല. അതിന് ഇത്രയധികം നാടകമൊന്നും കഴിഞ്ഞില്ലല്ലോ, 1-2 സ്റ്റേജല്ലേ കഴിഞ്ഞുള്ളൂ എന്നുള്ള പറഞ്ഞില്ലേ മറ്റേ നർമ്മത്തായിൽ ഇന്നസെൻറ്റ്. അതുപോലെ അത്രയധികം ഒന്നും കമൻറ്റൊന്നും കണ്ടില്ല. 2-3 കമൻറ്റ്സ് മാത്രം ഞാൻ കണ്ടു. എന്താണെങ്കിലും ഈ മറ്റേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി എവിടെ എന്നൊരു ചോദ്യം വന്നതിന് ഇവനൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷനാണ് നമ്മളെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് അവർ വീഡിയോയ്ക്ക് കിടക്കാം. എന്താണ് സംഭവം എന്നുള്ളതും പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ചാനൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ്, ചേച്ചി എവിടെ, ഗോപിക എവിടെ, മാളു എവിടെ, മാളു ഇനി വീഡിയോസിൽ ഉണ്ടാവൂലേ. സ്വാഭാവികമായും ഇത്രയും നാളും എന്റെ ഒപ്പം വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ കാണാതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും. അതിനു മുന്നേ ഈ ചേച്ചിയെയും ബന്ധം ശരിക്കും എന്താണെന്നാണ് തുടക്കത്തിലേ തൊട്ട് വന്ന ചോദ്യം. അത് ഞാൻ ആക്ച്വലി റിവീൽ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ മൈൻഡിലൊരു തോട്ട് ഉണ്ടായിരുന്നു, ഇത് ഈ വഴിക്കായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ അത് ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ ആ വഴിക്കല്ല പോയത്. കുറെ ആളുകൾക്കുള്ള ഒരു ഇതാണ്, ലൈക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞാനും ഗോപികയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്നാണ്. ഞങ്ങൾ ഒബ്വിയസ്ലി ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരല്ല. പുള്ളിക്കാരിന്റെ സ്വന്തം ചേച്ചിയല്ല, പുള്ളിക്കാരിന്റെ കസിൻ സിസ്റ്റർ അല്ല. ഞാൻ ഗോപികനായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഞാൻ ഗോപികനെ പരിചയപ്പെടുന്നത് ലിയോ വഴിയാണ്. ആക്ച്വലി ഇപ്പം പുള്ളിക്കാരി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ അതാണ് ലിയോ. ഓൾറെഡി എന്റെ ഒപ്പം നേരത്തെ തൊട്ട് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളി. ലിയോ ആയിട്ട് ആക്ച്വലി എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഭയങ്കര ഫോർമൽ ആയിരുന്നു. വീഡിയോസ് ചെയ്യാൻ വരും പോവും. പിന്നെ എനിക്ക് പുള്ളിക്കാരനോടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വലിയ ബിഗ് ബ്രദർ, ഒരു വലിയേട്ടൻ എന്നൊക്കെ പറയില്ലേ, അത്യാവശ്യം ആ ഒരു രീതിയിൽ കണക്റ്റഡ് ആയി. അപ്പം പുള്ളിക്കാരൻ എന്നോട് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് എന്റെ ഫ്യൂച്ചർ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. ഒബ്വിയസ്ലി ഞാൻ ചേട്ടന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു ചേട്ടൻ ഉണ്ടെങ്കിൽ, എനിക്കിപ്പോൾ വീട്ടിലൊരു ചേട്ടൻ ഉണ്ടെങ്കിൽ ആ ചേട്ടൻ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കൂടെ താമസിക്കാൻ പോകുന്നതോ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ചേച്ചിന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെയാണ്. ചേച്ചി എന്ന് വിളിച്ചാൽ മാത്രം പോരാ, ചേച്ചി തന്നെ ആയിരിക്കണം. അങ്ങനെ തന്നെ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ, എന്താണെന്നറിയില്ല. എന്താണെങ്കിലും ആ ചേച്ചീൻ്റെയും മറ്റേ ലിയോ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു.
പിന്നെ ഒരു കാര്യം വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ കാര്യം പറയട്ടെ, ഇത് നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ പോയി കൊണ്ടുവന്ന സംഗതിയല്ല. അവർ തന്നെ അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇനി അതിന് ശേഷം നമ്മളത് റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ദയവ് ഇത് വരാതിരിക്കുക. നിങ്ങൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, തുടർന്ന് കാണാം. സംഗതി ഒന്നുമില്ല. ചേച്ചിയും ചേട്ടനും തമ്മിൽ ചേച്ചിയും ചേട്ടനും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അനിയനെ ചവിട്ടി പുറത്താക്കി എന്ന് ഇവൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഗോപികനെ ഞാൻ ആക്ച്വലി ചേച്ചി എന്ന് വിളിച്ചു കൊടുക്കാം. സേറ ആയിട്ട് നമ്മൾ കുറെ പാർട്ണർ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാരണം പെട്ടെന്ന് ഒരാളിലേക്ക് ചാടി കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ കുറക്കാനും കൂടി വേണ്ടി, അതായത് സേറ എന്ന് പറഞ്ഞ ലേഡീനായിട്ട് ഇവൻ ചെയ്തിരുന്നു, ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സേറ പോയി. അതിനുശേഷം ഈ ഒരു സ്ത്രീ വന്നു. ഇവരെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇങ്ങനെ വന്നു വെച്ചാൽ ഇവൻ്റെ വീട്ടിൽ ഇതിനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഇവൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ബേസിക്കലി ഇവൻ്റെ ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേഡീനെ ഇവൻ ഉപയോഗിച്ചു എന്നുള്ള സംഗതി തന്നെ ഇവൻ പറയുന്നുണ്ട്. ആ ഉപയോഗിച്ചു. പിന്നെ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇവന് അവരുടെ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇവൻ്റെ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഗതികൾ കൊണ്ട് ഇവർ വേർപിരിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പക്ഷേ വളച്ചൊടിച്ച് കൊണ്ടുപോയി പറയുന്നത് കേട്ടാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതെല്ലാം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാനൽ, ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നിങ്ങൾ മീഡിയയിൽ നിൽക്കുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോങ് റണ്ണിൽ ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണിത്, എല്ലാവർക്കും അറിയാം. ഞാനത് എങ്ങനെയുണ്ട് ഫാമിലി വ്ളോഗേഴ്സ് പറ്റിയിട്ടുള്ള ഒരു ചങ്ങാതി പറഞ്ഞ വർത്താനം. ഇവൻ എൻ്റർടൈൻമെൻ്റ് ആണ്, പക്ഷേ അവൻ പറഞ്ഞ വർത്താനേ ഉള്ളൂ. അതായത് എല്ലാ കാര്യം കൂടി തുടക്കം തൊട്ടേ പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ പിടിച്ചു വെച്ചാൽ ചേട്ടനും ചേച്ചിയും ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ചേച്ചി അനിയൻ എന്നുള്ള റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യാതെ ആൾക്കാരെങ്ങനെ വെറുതെ പിടിച്ചിരുത്തി കഴിഞ്ഞാലേ മാത്രമേ ഇത് കോമ്പറ്റീഷനുള്ള ഫീൽഡ് ആയതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സിനെ പറ്റിക്കൽ. പറഞ്ഞിരേണ്ട ആവശ്യമില്ല. വിചാരിച്ചു ഇതിപ്പോ റിവീൽ ചെയ്യണ്ട, അതങ്ങനെ തന്നെ നിന്നോട്ടെ. കാരണം ചേച്ചിയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ മെന്റലി ഗോപികനായിട്ട് ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആൾക്കാരത് ചോദിച്ചാലും ചേച്ചിക്ക് സുഖമാണെന്ന് വെച്ചാൽ ചേച്ചി ഉണ്ട്, വീട്ടിലുണ്ടെന്ന് ഞാൻ പറയും. ഗോപിക അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ എനിക്കതങ്ങനെ വിട്ടു പറയാനോ പുള്ളിക്കാരി എന്റെ ചേച്ചിയാണെന്നുള്ള രീതിയിൽ ഞാൻ കാലം കഴിയും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും നാളും ഈ സോഷ്യൽ മീഡിയ നിന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആൾക്കാർ ചോദിക്കുന്നത് ഇന്നും ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാതെ പോയ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി. ഒരു രക്തബന്ധവും ഒരു ബന്ധമില്ലാത്ത ഒരാളെ ചേച്ചിന്ന് വിളിച്ച് അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ഞാൻ എവിടെയൊക്കെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സംഭവം. ഐ എം സോറി ടു സേ ദിസ്. ആക്ച്വലി ഇത് പുള്ളിക്കാരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വന്ന് റിവീൽ ചെയ്യാം. പുള്ളിക്കാരുടെ ഭാവി വരണയും കൂടി കൂട്ടി റിവീൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം നമുക്കിത് പറയാൻ പറ്റില്ല. അതുപോട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിരിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അവൻ എന്തിനാ ചിരിച്ചു എന്നുള്ളത്. ഇവൻ കുറേ ചിരിക്കുന്നുണ്ട്, പോട്ടെ, ഇവൻ്റെ ചിരി നടക്കട്ടെ. ഒരു കാര്യം കൂട്ടത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവൻ അതിൽ ഇൻവോൾവ് ആയി. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന സംഭവം എന്താ അറിയോ, എവിടെയോ ഒരു റോങ് സംഗതി ഇവൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു റിലേഷൻഷിപ്പ് ആ ലേഡിയുടെ ഭാഗത്തു നിന്ന് തോന്നുന്നില്ല. എനിക്കിത് കേട്ട സമയത്ത് പൊതുജനം പലവിധം എന്ന് ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്. പല ആൾക്കാരും അതിൽ കമൻറ്റും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും ഈ രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ ചേച്ചി അനിയൻ എന്നുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു ഫെയ്ത്ത് ഇവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നത് മറ്റേ ലിയോ എന്ന് പറഞ്ഞ ചങ്ങായി ചവിട്ടി പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നൊക്കെ അവരുടെ ഇത് എന്താ നമുക്കറിയില്ല. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവൻ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഒന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സംഭവം എന്താ വെച്ചാൽ അവർ ഇവനെ ചവിട്ടി പുറത്താക്കാനുള്ള റീസൺ എന്നാൽ ആ ഒരു ബന്ധത്തിനുള്ള ഒരു ഫെയ്ത്ത് എന്താ പറയുക, ആ ഒരു ബന്ധത്തിനുള്ളൊരു മാന്യത അവൻ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നു കേട്ടോ. ആൾക്കാരുടെ കൂടെ കൂടി ഹേർട്ടാവെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കും. എന്നിട്ട് ഞാനിങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ആൾക്കാർ ഇരുന്ന വെട്ടും മുറിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന് എവിടെയെങ്കിലും മൂലക്കൊക്കെ ഇരുന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഹോബി. സോ എനിക്ക് അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചത് ക്ഷമിക്കണം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു റിയാലിറ്റി. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റ് ആയി ഇനി കല്യാണം എപ്പോഴാണ്. എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഗോപിക അവരൊക്കെ ആയിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഉണ്ടാവില്ല. ഈ കൊല്ലം തുടങ്ങിയിട്ടുണ്ടല്ലേ, ഞാൻ നിലത്ത് നിന്നിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയ വഴി എയറിലാണ്. എന്റെ ഫാമിലി ഒരു കണക്കിന് പോകണം. എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ കാര്യങ്ങൾ ആ ഒരു വഴിക്ക്, പിന്നെ എന്റെ പേഴ്സണൽ ലൈഫിലുള്ള വേറെ കുറെ റിലേഷൻഷിപ്പ് ട്രോമാസ് അത് വേറൊരു വഴിക്ക്. 2024 ഞാൻ മറക്കൂല. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പൊട്ടിക്കരേണ്ടതാണ്. പക്ഷെ എനിക്ക് ചിരിയാ വരുന്നത്. അയ്യോ അമ്മേ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളിങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് അതല്ലേ ശരിക്കും വേണ്ടത്. ഈ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണെന്ന് അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് പടക്കൊക്കെ മേടിച്ച് തന്നെ ആഘോഷിക്കും. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ആൾക്കാർ തമ്മിൽ പൊട്ടി പാളീസാകും.
നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യും, നിങ്ങൾ കൊണ്ടാണ്, നിങ്ങൾ കേരളത്തിൽ കത്തിക്ക് അങ്ങോട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു ജീവിതം ഇങ്ങനെ പൊട്ടി തകർന്നിരിക്കുന്ന ഒരാള് സ്വന്തം ലൈഫ് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യും അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അങ്ങനത്തെ ഒരു ഐറ്റം. കുറച്ച് ദീർഘനിശ്വാസം കൊടുക്കട്ടെ. നിങ്ങൾക്ക് അത് തന്നെ വേണം. നിങ്ങൾക്ക് ഇൻ ദ സെൻസ് ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്, ഇവൻ്റെ വീഡിയോ കണ്ട് സമയം കളഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അത് തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഇവൻ അത്രയ്ക്ക് പച്ചയ്ക്കാണ് അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഇവൻ ആട്ടിയിട്ടുള്ളത്. വോട്ടെവർ, ഈ വിഷയം എന്താ എന്നറിയാത്തവർക്ക് ഇപ്പോൾ ഏകദേശം സംഭവം മനസ്സിലായി എന്നിരിക്കുന്നു. സംഗതി ഒന്നുമില്ല, പ്രണവ് പ്രവീണിൻ്റെ വിഷയം സംഗതി ഇതിൽ കത്തി അത്യാവശ്യം അവർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ആയി. അല്ല, അവർക്കല്ലെങ്കിൽ വ്യൂസ് ഉണ്ട് കേട്ടോ, കുറേ വ്യൂസൊക്കെ എന്താ പറയുക, കുറേ പേര് ഇത് ഡിസ്കസ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ കുറേ പോപ്പുലാരിറ്റി വന്നു എന്ന് കണ്ടപ്പോൾ പുതിയൊരു നമ്പറും കൊണ്ട് ഇറങ്ങിയതായിരിക്കാം. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ബ്രേക്കപ്പ് ഒന്നും പരിപാടിയും കാര്യങ്ങളൊക്കെ മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലായിരിക്കാം. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ ഇത്രയും രീതിയിൽ 10 പൈസയുടെ വിലയില്ല സബ്സ്ക്രൈബേഴ്സിന് എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇവൻ്റെ ഈ വീഡിയോ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായതാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.